വെൽക്കം ടു നേഹ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഞാൻ നിങ്ങൾക്ക് പാൻ കാർഡ് കുറച്ച് നിർബന്ധനങ്ങൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുമൂലം നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ഒരു അറിയിപ്പ് തരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് ഗൈസ്, നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാൻ കാർഡിൻ്റെ നിബന്ധനയിൽ പുതിയ മാറ്റം വരുന്നത് ഏപ്രിൽ 1 മുതലാണ്. സർക്കാർ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും, വാഹനം, സ്ഥലം എന്നിവ വാങ്ങുന്നതിനും, ഹോട്ടൽ ബില്ല്, ഇൻഷുറൻസ് പ്രീമിയം എന്നിവ അടയ്ക്കുന്നതിനും പാൻ കാർഡ് ഉപയോഗം ലളിതമാക്കിയിട്ടുണ്ട്. 1962 മുതൽ നിലവിലുള്ള ഭേദഗതി വരുത്തിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് പുതിയ നിയമം നടപ്പിലാക്കുന്നത്. ഏപ്രിൽ 1 മുതൽ, അതായത് 2026 ഏപ്രിൽ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതിനു മുന്നേ ആയിട്ട് അവർ എല്ലാവരുടെയും റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. അത് സപ്പോർട്ടിംഗ് ആണെങ്കിൽ മാത്രം ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ. നിലവിലെ നിയമപ്രകാരം 50,000 രൂപയിൽ കൂടുതലുള്ള ബാങ്ക് ഇടപാടിന് പാൻ കാർഡ് നിർബന്ധമാണ്. ശരിയാണ്, ബാങ്കുകളിൽ നമ്മൾ പോകുമ്പോൾ 50,000 മേലാണെങ്കിൽ പാൻ കാർഡിൻ്റെ ഇതും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാൻ കാർഡ് എടുക്കാതെ പെട്ടെന്ന് ഒരു ട്രാൻസാക്ഷന് ബാങ്കിൽ പോകുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകും. എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നോ അതിലധികമോ അക്കൗണ്ടിൽ നിന്ന് മൊത്തം പണമിടപാട് 10 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം പാൻ കാർഡ് നമ്മൾ നൽകിയാൽ മതി. അതുപോലെ ഈ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾ വാങ്ങാനും വിൽക്കാനും നിലവിൽ പാൻ കാർഡ് നിർബന്ധമായിരുന്നു. എന്ന് വെച്ചാൽ 2 വീലർ ഒഴിച്ച് ബാക്കി ഏത് വണ്ടിക്കായാലും പാൻ കാർഡ് നിർബന്ധമായിരുന്നു. അതിൽ നിന്ന് ഇപ്പം വ്യത്യാസം വന്നിരിക്കുന്നത്, ട്രാക്ടർ ഒഴികെയുള്ള വാഹനങ്ങളുടെ വില 5 ലക്ഷം രൂപയിൽ കുറവാണെങ്കിൽ പാൻ കാർഡ് ആവശ്യമില്ല. എന്നാൽ 5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും പാൻ കാർഡ് ആവശ്യമാണ്. നിലവിൽ ഹോട്ടൽ ബില്ലുകൾ 50,000 രൂപയാണെങ്കിൽ നമ്മൾ പാൻ കാർഡ് കാണിക്കണമെന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ 1 ലക്ഷത്തിന് മേലെ ബില്ല് വന്നാൽ മാത്രം പാൻ കാർഡ് കാണിച്ചാൽ മതി. പിന്നെ നിലവിലെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം 50,000 ആണെങ്കിൽ പാന് നിർബന്ധമായിരുന്നു. എന്നാൽ ഇനി മുതൽ അതിൽ പണി ഒരെണ്ണം വരുന്നുണ്ട്. കാരണം ഇൻഷുറൻസ് പോളിസി ഏതെടുത്താലും പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പാൻ കാർഡ് കാരണം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്. ചിലതിൽ നമുക്ക് ബെനിഫിറ്റ് ആണെങ്കിൽ മറ്റ് ചിലതിൽ ബുദ്ധിമുട്ടുമാണ്. കാരണം ഏത് ഇൻഷുറൻസ് പോളിസി ഇനി എടുത്താലും അതിൽ പാൻ കാർഡ് നിർബന്ധമാണ്. അത് ചെറിയ എമൗണ്ട് ആവട്ടെ, ഹെൽത്തിൻ്റെ ആവട്ടെ, വാഹനത്തിൻ്റെ ആവട്ടെ, എന്തിൻ്റെ ആയിരുന്നാലും നമുക്ക് പാൻ കാർഡ് നിർബന്ധമായിട്ട് വരും. ഇനി 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള സ്ഥലങ്ങൾ, വീട്, കെട്ടിടം തുടങ്ങിയവ വിൽക്കാനും വാങ്ങാനും നിർമ്മാണ കരാർ എന്നിവയ്ക്ക് പാന് നിർബന്ധമല്ലായിരുന്നു. ഈ പരിധി 10 ലക്ഷം എന്നുള്ളത് അവർ ചേഞ്ച് ചെയ്തിട്ട് 20 ലക്ഷമാക്കി വെച്ചു. അപ്പോൾ 20 ലക്ഷത്തിന് താഴെയുള്ള എല്ലാ ട്രാൻസാക്ഷനും പാൻ കാർഡ് നിർബന്ധമല്ല. പക്ഷേ 20 ലക്ഷത്തിന് മേലെയുള്ള എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇത് ചെറിയ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നിയമ ഭേദഗതി ഈ ഇടപാടുകളിൽ പാൻ കാർഡിൻ്റെ കാര്യത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ബൈ ബൈ.